അഗ്രസീവ് ആയിട്ട് ഒരു തലമുറയുണ്ട്. അപ്പൊ ഇവരുടെ ഈ സ്വഭാവം, ഇവരുടെ ആ ഒരു സ്വഭാവ ഗുണങ്ങളും ഇവരുടെ രീതികളും മനസ്സിലാക്കി നമ്മൾ വരുന്നത് കൈകാര്യം ചെയ്യുവാണെങ്കിൽ ബേസിക്കലി കുറെയൊക്കെ നമ്മളിൽ നിന്നാണ് മാറ്റാൻ തുടങ്ങിയത്. 2-3 എക്സാമ്പിൾസ് ഈ ദിവസങ്ങളിൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ എൻ്റെ ഹൃദയം വേദനിപ്പിക്കുന്ന ഒരു 2-3 ചോദ്യങ്ങൾ വന്നത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മകൻ വന്ന് ചോദിച്ചത്, "Can I stay single?" അത് ഒരു പാപമാണോ? വിവാഹം കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടോ? ആ ഒരു സോളിറ്റ്യൂഡ് ലൈഫ് ഞാൻ ചൂസ് ചെയ്താൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോ ആദ്യമേ നമ്മൾ ഈ ചോദിക്കേണ്ട തോന്നും ഇവന് വേറെ എന്തെങ്കിലും പ്രശ്നമാണ്, മേ ബി ലെസ്ബിയനിസം, ഗേസം, അങ്ങനത്തെ വഴിവിട്ട വഴികൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. നമുക്ക് മലയാളികൾക്ക് ഒരു കണ്ണുണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ പല പല ആംഗിൾസിൽ നമ്മൾ ചിന്തിച്ചു. പക്ഷെ ഈ കുഞ്ഞുമായിട്ട് അടുത്ത് കൗൺസിലിംഗ് സെഷന് വേണ്ടി കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ ശരിക്കും ഹൃദയം തകർക്കുന്ന വാക്കുകളായിരുന്നു ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ വന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാര്യം ഈ കുഞ്ഞ് ചെറുപ്പം മുതൽ അനുഭവിച്ച, ഈ കുഞ്ഞ് കുടുംബത്തിൽ കണ്ട കാര്യങ്ങൾ. അത് പറഞ്ഞ ഒരു സെന്റൻസിൽ ഞാൻ അത് ഒതുക്കാൻ ആഗ്രഹിക്കുകയാണ്. "എൻ്റെ അപ്പനെ പോലെ എനിക്കാവണ്ട." അങ്ങനെ ഒരു അപ്പനാകുന്നതാണ് ഒരു വിവാഹ ജീവിതമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അപ്പൻ്റെ സ്വഭാവം എന്നിൽ കയറി വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു അപ്പനാവുന്നതിനേക്കാളും നല്ലത്, ഐ തിങ്ക് ഇറ്റ് ഇസ് ബെറ്റർ, വേറൊരാളെ കൂടെ ഹേർട്ട് ചെയ്തതിന്, വേറൊരു ഫാമിലിയും കൂടെ ഇൻവോൾവ് ചെയ്തതിനേക്കാളും നല്ലത് ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും. സോ ഇന്ന് പല കുഞ്ഞുങ്ങളും മാരേജിനെ ഭയക്കുന്നതും മാരേജ് വേണ്ടാന്ന് വയ്ക്കും. ഇതൊക്കെ ഞാൻ ഇവിടെ പറയുന്ന എക്സാമ്പിൾ ഒന്നും വെളി നടക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് മതങ്ങളിലോ നടക്കുന്നതിനേക്കാളും എൻ്റെ അടുത്ത് വരുന്നത് കൂടുതൽ വിശ്വാസികളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. സോ നമ്മളുടെ ഒക്കെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒരു പക്ഷേ ആ ഒരു അപ്പൻ പോലും അറിയുന്നില്ലായിരിക്കാം ഈ കുഞ്ഞ് ഇത്രയും ഒരു പെയിൻഫുൾ കണ്ടീഷനിലൂടെ പോകുന്നത്. നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കുഞ്ഞ് 18 വയസ്സുണ്ടെങ്കിലും കൈയും കാലും വിറച്ചോണ്ടാണ് നിൽക്കുന്നത്. കാര്യം ഒരാളോട് ഇടപെടാനോ ഒരു വ്യക്തിയോട് ഫേസ് ചെയ്ത് സംസാരിക്കാനോ ഒന്നും അറിയാത്ത രീതിയിൽ ആ കുഞ്ഞ് മാറിയുക. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും ഇതാണോ സ്പിരിച്വാലിറ്റി എന്ന് ചോദിക്കുന്ന രീതി പോലും കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഈ ഒക്കൾട്ടിസം എന്നുള്ളൊരു കാര്യം, അതായത് സേറ്റനിക് വർഷിപ്പ്, അതുപോലത്തെ ഒരു കാര്യങ്ങൾ സെക്കൻഡ് ഗ്രോയിങ് റിലീജിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിലീജിയനിലേക്ക് നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ഫെയ്ത്തിനെ റിജക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ട്രെൻഡ്, അതിന്റെ നമ്പർ ദിവസത്തിന് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരുടെയൊക്കെ അടുക്കലുള്ള അവരുടെയൊക്കെ ചോദ്യങ്ങൾ, ഈയിടെ എറണാകുളത്ത് നടന്ന ഒരു ഇന്റർവ്യൂവിൽ അതിന്റെ പാനലിസ്റ്റ് ആയിട്ട് വന്നു. അതായത് ഈ ഇന്റർവ്യൂ നടക്കുന്നത് ഈ ഇത്തരത്തിൽ ഉള്ള പ്രാക്ടീസസിനെ അല്ലെങ്കിൽ എത്തിസം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള ഒരു പാനൽ ഡിസ്കഷനിൽ അതിന്റെ പാനൽ ലിസ്റ്റായിട്ട് മെയിൻ ആളായിട്ട് വന്നത് നമ്മളുടെ ഒക്കെ സഭകളിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞ് പറഞ്ഞ കാര്യം, എനിക്ക് എൻ്റെ വളർച്ചയിൽ ആ സമയത്ത് ഉണ്ടായ ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. വൈ ഡു വി നീഡ് ജീസസ് എന്നൊരു ക്വസ്റ്റ്യൻ അവൻ ചോദിച്ചപ്പോൾ അവനെ കിട്ടിയ ഉത്തരം ബേസിക്കലി നീ ഒരു നല്ല വ്യക്തി ആവാനെന്നുള്ളതിന് അപ്പുറമായിട്ടൊന്നും കിട്ടിയില്ല. അവൻ ചോദിച്ചവര്, ഒരു നല്ല വ്യക്തി ആവണമെങ്കിൽ എനിക്ക് ഒരു റിലീജിയൻ വേണ്ട. കാര്യം അവൻ കാണുന്ന ഒരു ബന്ധുക്കോസ് സമൂഹത്തിലെ അവൻ കാണുന്ന ചർച്ചിനകത്ത് അതിനേക്കാൾ ബെറ്റർ വ്യക്തികളാണ് വെളിയിലുള്ളത്. അവൻ ചോദിക്കുന്നത് ഇതിനു വേണ്ടിയാണോ കർത്താവെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ടോട്ടലി. പക്ഷെ നമ്മൾ അറിയണം, അവിടെയാണ് ഒരു സൺഡേ സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ ഇവരുടെ ചോദ്യങ്ങളെ ഭയപ്പെടാതെ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അല്ലെങ്കിൽ ഉത്തരത്തിനുള്ള ഒരു ആൻസർ പറയത്തക്കോണം അതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു പക്ഷെ ആ കുഞ്ഞിനെ നമ്മൾക്ക് അതൊരു നല്ലൊരു വ്യക്തിയാവുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് നമുക്ക് വേണ്ടുന്നത്. ആ ഒരു ജീവൻ കിട്ടാൻ വേണ്ടിയാണ് എന്നെങ്കിലും ഉത്തരം പറയാൻ ഒരാളില്ലാതെ ആയിരുന്നോ ഇന്ന് അവിടെ ഒരു പാനലിസ്റ്റായി മാറി നമ്മൾ ചിന്തിക്കണം. എവിടെയൊക്കെയോ അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചർച്ചിനെ വെറുക്കുന്നവരായിട്ട്, ഈ ഒരു വിശ്വാസം വേണ്ട എന്ന് പറയുന്നവരായിട്ട്, അതിനപ്പുറം നമ്മളുടെ കുടുംബങ്ങളിൽ അവർ നമ്മൾ പോലും അറിയാതെ ഈവൻ സൂസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതിനേക്കാളും അപ്പുറം നമ്മൾ അറിയേണ്ടത്, ഈ കുഞ്ഞുങ്ങൾ ആദ്യമേ വന്ന് അല്ലെങ്കിൽ അവസാനം പോകുന്നതിന് മുമ്പ് പറയുന്നത് ദേവിയത് ഇത് പേരൻസിനോട് പറയരുതെന്നുള്ളതാണ്. ഇതാണ് നമ്മളെ ഏറ്റവും ഭയപ്പെടുത്തേണ്ടത്. നമ്മൾക്ക് ഏതും വന്നാലും എനിക്ക് എൻ്റെ പേരന്റിനെ വിളിച്ച് പറയാം എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ
അവരെവിടെയാണ് പോയി പറയാൻ, അവരെവിടെയാണ് സേഫ് ആകട്ടെ? നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള സ്ട്രെസ് ഇവിടെ നമ്മൾ ഒരു പ്രായത്തിനപ്പുറം അനുഭവിച്ച സബ്ജക്ട്സ്, ടോപ്പിക്സ്, ഇതിലൊക്കെ ഡിസ്കഷൻസ് പ്ലസ് അവർ ഫേസ് ചെയ്ത് വരുമ്പോൾ ലോകത്തിൽ അവർ കാര്യമില്ല, അവരെങ്ങും ബിലോങ് ചെയ്തില്ല. ഒരു കൂട്ടത്തിൽ മിക്കപ്പോഴും അവരേകാന്തര, ലോൺലി ഇൻ എ ക്രൗഡ്. നമ്മൾ ഓരോരുത്തർക്ക് ഒരുപാട് ഫോളോവേഴ്സ് കാണും, ഒരു വിഷ്വൽ ലോകത്ത് ഒരുപാട് പേരുടെ ഫോളോവേഴ്സ്, റിയൽ കണക്ഷൻസ് ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും ഏകാന്തത അനുഭവിക്കുന്ന ഒരു ജനറേഷനാണ്. അവിടെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അവര് അതിനകത്ത് ഏകാന്തത അനുഭവിക്കുന്നത് വരുമ്പോൾ നമ്മളിത് അറിയുന്ന പോലും ഇല്ലെന്നുള്ളതാണ് ഒരു ഫാക്ട്. മോറോവർ നമ്മൾ അറിയേണ്ടത് എവിടെയൊക്കെയോ ഈ ടൈമിനെ, ഇവരുമായിട്ടുള്ള ഈ ബന്ധത്തെ, ഈ ടൈമിനെ കാവൽ നിന്ന, ഈ ടൈമിനെ നഷ്ടപ്പെടുത്തി കളയുന്ന, ഈ ബന്ധത്തിനെ തകർത്ത് കളയുന്ന, അതിന്റെ പിന്നിലുള്ള ശക്തിനെ, അതിന്റെ പിന്നിലുള്ളതിനെ തിരിച്ചറിയാൻ കാഴ്ചപ്പാടില്ലാത്ത മാതാപിതാക്കളെ മാത്രം. ഇവിടെ നമുക്ക് ഫാമിലീസ് അല്ലെങ്കിൽ അപ്പനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഒന്നിനോടോ അല്ല നമുക്ക് ദേഷ്യം വരട്ടെ, ഇവിടെ ജയിക്കുന്ന ശത്രുവിനോടാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ഓരോ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന രീതികൾ നമ്മൾ ചിന്തിച്ചാൽ വിശ്വാസത്തിലുള്ളവർ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണോ എന്ന് പോലും, ഈവൻ ഇമ്മോറൽ ആയിട്ടുള്ള ലൈഫ് നമ്മളുടെ ഒക്കെ കുടുംബങ്ങളിലാവുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഈവൻ വേറെ മറ്റേ പുരുഷന്മാരോടൊക്കെ പോയിട്ട് ചോദിക്കുന്നവരുടെ ഇതൊക്കെ ചർച്ച വളരെ കോമൺ അല്ലേ, അതിനെന്താ കുഴപ്പമെന്നുള്ള രീതി. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിനകത്തും അങ്ങനെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവ്സിൽ അതൊരു പാപമല്ല എന്ന് പോലുമായി കണക്കെടുത്ത് പോകും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് അവരുടെ കുഞ്ഞുങ്ങളാണ് എന്നുള്ള ഒരു ബേസിക് ഹ്യൂമാനിറ്റേറിയൻ ഒരു കാഴ്ചപ്പാട് പോലും ഇല്ലാതെ ഇന്ന് കാര്യങ്ങൾ പോകുമ്പോൾ ചിലപ്പോ ചില നിമിഷങ്ങളിൽ കൗൺസിലേഴ്സിന് പോലും കയ്യിൽ നിൽക്കാത്ത രീതിയിൽ, അവരിൽ എത്തപ്പെടാൻ പോലും കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ ഇനിയെങ്കിലും നമ്മൾ ഉണർന്നില്ല എങ്കിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പലതും. വിലാപങ്ങളിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, 1:20 പറയുന്ന ഒരു വാക്യം, യഹോവേ നോക്കണമേ, ഞാൻ വിഷമത്തിലായി എന്റെ ഉള്ള കലങ്ങിയിരിക്കുന്നു, ഞാൻ കഠിനമായി മത്സരിക്കുകൊണ്ട് എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യമാണ്, പുറമെ വാൾ സന്തതി നാശം വരുത്തുന്നു, വീട്ടിലോ മരണം തന്നെ. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെളിയിൽ അവരെ എങ്ങനെ തകർത്ത് കളയാം, പലരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പല കാര്യങ്ങൾ. പക്ഷെ അത് കൂടാതെ തന്നെ അകത്തും മരണം സംഭവിക്കുന്ന ഒരു റിയാലിറ്റിയാണ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ, കാര്യം പുറത്തെ സന്തതി നാശം എന്ന് പറയുമ്പോൾ ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ ഉള്ളൂ, എന്തെങ്കിലും ഈ ലോകത്തിന് വെല്ലുവിളിയാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉള്ളൂ എന്ന് കണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഇവരെ താർക്കാൻ നോക്കുമ്പോൾ ശരിക്കും ഇവരുടെ ചുറ്റും ഒരു തീമതിലിടാൻ പറ്റുന്ന മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ എവിടെയൊക്കെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം. ഞാൻ ഏതൊരു പാരന്റിങ് സെഷന് വരുമ്പോൾ ഒരു കുഞ്ഞ് പറഞ്ഞ സെന്റൻസ് ഞാൻ പറയാറുണ്ട്. അവൻ സൈറ്റനിക് വർഷിപ്പിൽ അകപ്പെട്ടു പോയിട്ട് ഒരു ക്യാമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ വളരെ ഭയപ്പെട്ടാണ് വരുന്നത്, കാര്യം അവരെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി വന്നിട്ട് മാനസാന്തരപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് അവൻ ഭയങ്കര കരച്ചിലാണ്. ഈ കരച്ചിലിന് ശേഷം അവൻ ഞങ്ങൾ ആശ്വസിപ്പിച്ച് നിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞൊരു സെന്റൻസ് ഞാൻ അതുകൊണ്ടല്ല കരയുന്നത്, ഞാൻ മുഖാന്തരം തന്നെ എത്രയോ ബന്ധക്കോസ്ത് യുവതികളെ ഇതിനകത്ത് അകപ്പെടുത്തി എന്നുള്ള കണക്കോർക്കുമ്പോൾ എനിക്ക് കുറ്റബോധം കൊണ്ടിരിക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ടാർഗറ്റഡ് ആണ് മനസ്സിലാവും. അത് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ, ഇനി ഇവർക്ക് ബന്ധത്തിന്റെ രീതിയിലായിരിക്കാം, കൂട്ടുകെട്ടിന്റെ രീതിയിലായിരിക്കാം, ഈവൻ ചിലപ്പോൾ അവർക്ക് ഡ്രഗ്സ് എത്തിക്കുന്നതിലായിരിക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഈവൻ കൈവശം പോലും കൊടുത്ത് ഇവരെ പലതിനകത്ത് ആൾപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയണം, നമ്മളുടെ വെറും ഒരു ഉപദേശത്തിലോ വെറും ഒരു പ്രാർത്ഥനയോ ജീവിതത്തിലോ ഇവരെ ഒന്ന് രക്ഷിക്കാൻ പറ്റുന്ന ലെവലല്ല ഇതൊന്നും. കൗൺസിലേഴ്സും എല്ലാവരും കൈവിടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മാതാപിതാക്കൾ, ഫാമിലീസ് ഇതിനെ സീരിയസ് ആയിട്ട് കണ്ട് ഇവരുടെ ചുറ്റും ഒരു തീമതിലിടാൻ. കാര്യം ഈ വിലാപങ്ങളിൽ പറയുന്നത് പോലെ സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലയുള്ള കണ്ണുനീരൊഴുക്കുക.
ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആവാനുള്ള റീസൺ അത് പറയുന്നത് തന്നെ അവരുടെ തലമുറയാണ് അവിടെ പറയുന്നത്. കാര്യം ഒരു വിലാപങ്ങൾ 1:5-6 പറയുന്നത് അവളുടെ അകൃത്യ ബാഹുല്യം നിമിത്തം യഹോവ അവൾക്ക് സങ്കടം വരുത്തിയതല്ല, അവളുടെ വൈര്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു, അവളുടെ ശത്രുക്കൾ ശുഭമായിരിക്കുന്നു, അവളുടെ കുഞ്ഞുങ്ങൾ വൈര്യയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു, സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി. അതുപോലെ നമുക്കറിയാം 2:14 പറയുന്നുണ്ട്, നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു, അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസകാരനുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. അതായത് ശരിക്കും നമ്മുടെ സ്പിരിച്വൽ ലീഡർഷിപ്പും പാരന്റിംഗ് ലീഡർഷിപ്പിന്റെയുമായിട്ടുള്ള ഒരു വലിയൊരു വീഴ്ച നിമിത്തം അടുത്ത ഒരു ജനറേഷൻ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇവിടെ അവിടെ സൊല്യൂഷൻ ആയിട്ട് നമ്മളോട് കർത്താവ് പറയുന്നത് തിരികെ കർത്താവിലേക്ക് വന്നിട്ട് സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലയോടെ കണ്ണുനീരൊഴുക്കുക. കാരണം ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുക സാധാരണ ലെവൽ ഓഫ് നെയിംസേക്ക് നോമിനൽ ക്രിസ്ത്യൻ ലൈഫ് വെറുതെ ഇവിടെ കൊണ്ട് തീരത്തേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളും രക്ഷപ്പെടത്തില്ല, നമ്മളും രക്ഷപ്പെടത്തില്ല. എന്തെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനു വേണ്ടി വില കൊടുത്തില്ലെങ്കിൽ, കാര്യം ഈ സൈറ്റാനിക് ഗോസ്പലിലൊക്കെ അകപ്പെട്ടു പോയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാക്ടീസസ് ചെയ്തിട്ട് തിരിച്ചു വരുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ചില കുടുംബങ്ങളെ അവർക്ക് തൊടാൻ കഴിയുന്നില്ല, ചില കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ഒരു തീമതിലാണ്, അതിന് ചുറ്റും ഒരു രക്തത്തിന്റെ മുദ്രയാണ്, ഒരു വലിയൊരു സർക്കിൾ ഓഫ് ബ്ലഡ് ആണ് കാണുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൊട്ടക്റ്റ് ആണോ? ആ ഒരു ഫൈറ്റ് ഏറ്റെടുക്കാൻ, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായമാകാതിരിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ കണക്കും നമ്മളുടെ ജനറേഷൻ കാണിച്ചിരിക്കണം. പേരൻസ്, ഫാമിലീസ്, മെന്റേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, നമ്മൾ കാണിച്ചിരിക്കുന്ന ജീവിതം ഒരു സൈഡില്, രണ്ടാമത് നമ്മളുടെ സ്പിരിച്വാലിറ്റി, നമ്മളുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് ഈ കാര്യങ്ങളൊന്ന് കണ്ട് അതിനോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ. കാര്യം നെഹമ്യാവും ദാനിയേലൊക്കെ പറഞ്ഞ പോലെ, കർത്താവേ ഞാനും എന്റെ പിതൃഭവനവും അങ്ങയോട് അകൃത്യം ചെയ്തു. ഇവർ രണ്ടുപേരും കംഫർട്ട് സോണിൽ ഇരുന്നവരാണ്, ഇവർക്ക് ഒരു ആവശ്യമില്ല. പക്ഷേ കർത്താവ് ഞങ്ങളുടെ പിൻതലമുറയോടെ അകൃത്യം കൊണ്ട് വന്നതാണ്. ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഒരു പണിക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഉപവാസത്തിന് വേണ്ടി വന്നുപോയി. ആ നെഹമ്യാവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വീടുകൾക്ക് വേണ്ടി, നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭവനങ്ങൾക്ക് വേണ്ടി പോരാടുക. എടുത്തെടുത്ത് ആൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി പോരാടുന്നതെന്ന് നെഹമ്യാവിൽ പറയുന്നുണ്ടെങ്കിൽ, സ്പെസിഫിക്കലി നമ്മളുടെ കുഞ്ഞുങ്ങളോട്, ആൺ തലമുറയോട്, പെൺ തലമുറയോടും അവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവരെ തകർക്കാനുള്ള ശക്തികൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ ഫൈറ്റ് ഏറ്റെടുക്കാൻ ചിലരെ കർത്താവ് തേടുകയാണ്. ഇന്ന് നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻ, നമ്മളുടെ ഫോക്കസ് തെറ്റിരിക്കാൻ. ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ ചർച്ചിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നുണ്ടോ? റിയലി അവരന്വേഷിക്കുന്ന റിയൽ ലൈഫിൽ അവർ പറയുന്ന കാര്യമുണ്ട്, ശരിക്കും ഇത് പറയുന്നത് ജീവിതത്തിൽ കാണിച്ചു തരുന്നവരെ ഞങ്ങൾ തേടണം. അത് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അങ്ങനെ നമ്മൾ അറിയണം, ഒരു റെമനന്റ്, ഒരു ശേഷിപ്പ് ശക്തമായിട്ട് എഴുന്നേൽക്കുന്നുണ്ട് ചെറുപ്പക്കാരിൽ നിന്ന് തന്നെ. പക്ഷെ അതിനകത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾ കാണുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. ഒരു ഗ്ലോറിയസ് റെലം ഈ ഒരു സഭയുടെ അന്ത്യകാലത്ത്, ഈ ഒരു സമയം നമുക്കറിയാം, ഇനിയും അധികം സമയമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദാനിയേൽ പ്രവചനത്തിൽ നമുക്കറിയാം, ആ ഒരു നിബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ അവസാനം ആ ക്ലേയും ആ ഒരു അയൺ, ആ രണ്ടും ചേർന്ന് നിൽക്കുന്ന ആ ഒരു രാജ്യത്വ സമയം, ആ ഒരു ടൈമിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു കാലഘട്ടം. കാര്യം നമുക്കറിയാം, ഹ്യൂമൻസിന്റെ ആ ഒരു ടെക്നോളജി രണ്ടും കൂടെ മേർജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ, ആ സമയത്താണ് കർത്താവിന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്തും വരാൻ പോകുന്നത്. അതായത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നിത്യതയെ കാണും? നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ, നമ്മുടെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങൾ നിത്യതയെ കാണും? എവിടെയൊക്കെയോ നമ്മുടെ ട്രെയിനിങ് മൊത്തം ഇവിടെ കൊണ്ട് തീരുന്ന കർത്താവിന്റെ കയ്യിൽ നിന്ന് വരുന്ന കുറെ അനുഗ്രഹങ്ങളുടെ പുറയാവും. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ പോലും കർത്താവ് അങ്ങനെ ആക്കണേ, ഇങ്ങനെ ആക്കണേ, കാനഡയിൽ വിടാൻ സഹായിക്കണം, അവര് IAS ആണ്, ഇതെല്ലാം വേണം. പക്ഷെ കർത്താവില്ലെങ്കിൽ
കർത്താവിന്റെ സാന്നിധ്യം വഹിക്കാൻ തക്കോണം ഒരു ദൈവബോധമില്ല എങ്കിൽ എന്ത് ഈ ലോകത്തിലായിട്ട് എന്ത് കാര്യം? എവിടെയൊക്കെയോ അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെയല്ലേ? കർത്താവിന്റെ കയ്യിൽ നിന്ന് കർത്താവിന്റെ കയ്യെ മാത്രം നോക്കാനേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ശരിക്കും കൽപ്പന എന്താണ്? അവന്റെ മുഖം അന്വേഷിപ്പിൻ എന്നൊരു കൽപ്പന. അവന്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് അവന്റെ ഹൃദയം അറിയാൻ പറ്റും. അവന്റെ ഹൃദയം അറിയുന്നവർക്ക് അവന്റെ ഹിതം അറിയാൻ പറ്റും. അവന്റെ ഹിതം അറിഞ്ഞാലേ അത് നടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളിൽ നിന്ന് ശരിക്കും ഈ അപ്പന്റെ ഹൃദയം തന്നെയാണോ പോകുന്നത്? നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സ്വർഗസ്ഥനായ പിതാവിനെ തന്നെയാണോ? അവരുടെ ജീവിതത്തിൽ തെറ്റുവരും, ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ അവരെ കർത്താവിനെ കണ്ടുമുട്ടുന്ന മൊമെന്റ്സ് ആയിരിക്കും. ആ മൊമെന്റ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോഴും അവിടെ ഒരു ചോദ്യമില്ല, നീ ഇങ്ങനെ ചെയ്തല്ലോ അതുപോലെ ചോദിക്കാതെ അവന്റെ കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ ആ അപ്പൻ ചെയ്തതുപോലെ ആ ഒരു അപ്പന്റെ ഹൃദയം നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട്. അതോ സ്വർഗസ്ഥനായ ദൈവത്തിനെ അപ്പനായിട്ട് കാണാൻ കഴിയത്തില്ല ബിക്കോസ് ഓഫ് വാട്ട് ഐ ഹാവ് ഹിയർ. എർത്ത് ഇവിടെ ഉള്ള പേരൻസിന്റെ ഒരു റെപ്രസെന്റേഷൻ കൊണ്ട്, ചർച്ചിന്റെ റെപ്രസെന്റേഷൻ കൊണ്ട് എനിക്ക് നീ ചർച്ച വരണ്ട, എനിക്ക് ഇങ്ങനെ ഒരു ദൈവമാണ് ഈ ദൈവമെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ നമ്മൾ ഇടർച്ചയാവുന്നുണ്ട്. കാരണം ഇടർച്ചയാവുന്നതിന് കർത്താവ് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ജനിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന പോലാണ്. ഈ ഒരു ചെറിയവരെ ഗ്രോയി അവര് കർത്താവിനെ മീറ്റ് ചെയ്യാനുള്ള അസാധ്യത ആ ഒരു വഴിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ ഇടർച്ചയാവുമ്പോൾ എന്തുമാത്രം നമ്മൾ തന്നെ കാരണം. നമ്മൾ ശരിക്കും കർത്താവിന്റെ സമയത്ത് പറഞ്ഞതുപോലെ അവരെ എന്റെ അടുക്കൽ വരുവാൻ വരുന്നതിന് അവരെ തടുക്കരുത്. ആരാണ് അന്ന് തടുത്തത്? കർത്താവിന്റെ ചുറ്റും നടന്ന ശിഷ്യന്മാർ. ഇന്നും നമ്മൾ തന്നെയല്ലേ തടുക്കുന്നത്? നമ്മൾ അവരിലേക്ക് കൈ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മൾ എവിടെയൊക്കെ തെറ്റിപ്പോയി കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് മടങ്ങി വരാനുള്ള ഹൃദയമുള്ള പേരൻസിനെ തേടുന്നു. ആത്മീയ കണ്ണുകൾ തുറന്ന് നമ്മളുടെ ഇടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ആ ശക്തിനെ തകർക്കാൻ പോരാടുവാൻ ശക്തമായിട്ട് ആത്മാവിൽ ഇതിനെ കാണുവാൻ കഴിയുന്ന പേരൻസിനെ കർത്താവ് തേടുന്നു. അതിനേക്കാളും അപ്പുറം കർത്താവിന്റെ ഹൃദയത്തെ തേടുന്നത് പേരൻസ്. കാര്യം അവിടെ അവർ കണ്ടുമുട്ടുന്നത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുക്കും യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന ഒരു ദൈവത്തെ അവർ കണ്ടുമുട്ടിയിരിക്കും. കാര്യം നമുക്കറിയാം, നവോമി, രൂത്ത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതിനായിട്ട് ഈ രൂത്ത് ഒരു മരുമകളായിട്ട് അന്യദേശത്തിലുള്ളതായിട്ട് എങ്ങനെ പറഞ്ഞു ഈ ദൈവം മതി എനിക്ക്. എവിടെയൊക്കെയോ ആ നവോമിയുടെ ആ മാറാവുന്ന അനുഭവത്തിലും ഈ വ്യക്തി കാണിച്ചു കൊടുത്തൊരു ദൈവമുണ്ട്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളല്ല ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത്, പക്ഷെ അതിലൂടെ നമ്മൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ എങ്ങോട്ടാണ് അതുമായിട്ട് ചെല്ലുന്നത്, അവിടെ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അവർ ആ സമയത്ത് ചൂസ് ചെയ്തോളും, ദിസ് ഇസ് വർത്ത് ഫോളോയിങ് എന്ന്. പക്ഷെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു പരിധി ഇപ്പം ഇവിടെ നിന്ന് എനിക്ക് സൈക്കോളജിയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്കറിയാം, അറിവ് പറഞ്ഞു തരാറിയാം, ടെക്നിക്സ് പറഞ്ഞു തരാൻ എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറെ പേരന്റിങ് ടെക്നിക്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നു? ഏതെങ്കിലും സൈക്കോളജിയുടെ ഒരു രീതികൾ ശരിയായിരിക്കാം, അതൊക്കെ കുറെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ എത്രയോ പെർഫെക്റ്റ് ആയിട്ടുള്ള പേരൻസും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ എന്നാൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പേരൻസിന് കുഞ്ഞുങ്ങൾ നിലനിന്നിട്ടുണ്ട്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെ പോലെ ആകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പക്ഷേ സെലക്ട് ചെയ്യുന്നവരായിരിക്കും ശമൂവേല്, മോശ, ദാനിയേല്, യോസഫ് ഒക്കെ. എന്റെ ചോദ്യം, ഈ കുഞ്ഞുങ്ങൾ ഒരു പക്ഷെ അവസാനം വരെ ദൈവത്തിന് വേണ്ടി നിലനിന്നു എന്ന് പറയുന്നവരൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പേരൻസിന്റെ പ്രസൻസ് എത്ര ഉണ്ട്? ഈ കുഞ്ഞുങ്ങളുടെ സ്പെസിഫിക്കലി ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമുക്കറിയാം, മേ ബി മുലകുടി പ്രായം മാറുന്നത് വരെ ആ കുറച്ച് ഫോർമേഷൻ പീരീഡിലായിരിക്കും അവർ കിട്ടിയത്. പക്ഷെ എന്തായിരുന്നു അവരുടെ സീക്രട്ട് ഫോർമുല? അവരുടെ പേരന്റിങ് ടെക്നിക്സ് ആണ്. അവർക്ക് സമയം പോലും ഇല്ലായിരുന്നു പേരന്റിങ് ചെയ്ത് അവർക്ക് ട്രൈ ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ നല്ല രീതിയിൽ പേരന്റിങ് ചെയ്ത് അവരുടെ ടീനേജ് ഇയേഴ്സിൽ പോലും കൂടി ഇരിക്കാൻ ഇല്ലാതായിരിക്കാം.
പക്ഷെ ഇവർ എങ്ങനെ നിലനിന്നു? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഈ ഒരു പേരൻസിന്റെ പ്രത്യേകത, ഇവര് ഹെൽപ്ലെസ് ആയിരുന്നു കർത്താവിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ. കർത്താവ്, ഞങ്ങളുടെ പരിധി കഴിഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരിധി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒരു വഴിയില്ല, ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ കൈത്തിരുവാണ്. ഈ ഒരു ആശ്രയം കർത്താവ് മാനിക്കുകയാണ്. കാര്യം നമുക്കറിയാം, ശമൂവേൽ ബാലന്റെ കാര്യം നമ്മൾ ഇന്ന് ഭയപ്പെടുന്നത് പോലെ എങ്ങനെ കൊണ്ടാക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു രീതിയാണ് ഹന്നയ്ക്ക്. കാര്യം ചർച്ചിൽ കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ആലയത്തെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് പിടിച്ച കാര്യം. കാര്യം നല്ലൊരു എൻവയോൺമെന്റ് അല്ല, വഴി തെറ്റാൻ സാധ്യതയുള്ള എൻവയോൺമെന്റിൽ ഈ ശമൂവേലിനെ പിടിച്ചു നിർത്തിയത് എന്താണെന്ന് അറിയണമെങ്കിൽ ആ ശമൂവേൽ എങ്ങനെ ആയി എന്നുള്ളതിന്റെ പിൻ ചാപ്റ്റേഴ്സിൽ ഹന്നയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവെ, ഈ ദൈവം പാതാളത്തിലേക്ക് ഇറക്കുകയും ചെയ്തു, ഉദ്ധരിക്കുകയും ചെയ്തു. അതായത് ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ പാതാളത്തിൽ പോയ ഒരാളെ ഉദ്ധരിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ്. ഈ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം. ഇനി എന്തൊക്കെ എൻ്റെ കുഞ്ഞിന് പറ്റിയാലും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആ സുരക്ഷിത കയ്യിലായോണ്ട് എവിടെ ആയിരുന്നാലും ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുന്ന ആ ഒരു ദൈവത്തിന്റെ കയ്യിലാണ്. ഒരു പക്ഷെ ആലയത്തിലായിരുന്നപ്പോൾ അന്ന് വരെ അവൻ യഹോവയെ അറിഞ്ഞിരുന്നെന്ന് പറഞ്ഞ് ആ ശമൂവേലിന്റെ അടുത്തിലേക്ക് സമയമായപ്പോൾ അങ്ങോട്ട് ചെന്ന് യഹോവയെ വെളിപ്പെടുത്തുന്നു. ഇതുപോലത്തെ മൊമെന്റ്സ് ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പ് പേരൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ശമൂവേലിന്റെ മുമ്പ് ഈ ഹന്നയുടെ ഒരു പ്രാർത്ഥന ഉള്ളതുപോലെ തന്നെ നമുക്കറിയാം, ആദ്യ കുഞ്ഞുങ്ങളുടെ ആ കൈന്റെ ഹാബേലിന്റെ ജീവിതത്തിലെ പരാജയത്തിന് മുമ്പ് ആ മാതാപിതാക്കളോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആദാമേ, നീ എവിടെ? സോ ഇറ്റ് മാറ്റേഴ്സ് നമ്മളെവിടെ, നമ്മൾ ആയിരിക്കേണ്ട അടുത്ത്, നമ്മുടെ ട്രസ്റ്റ് നമ്മൾ ആയിരിക്കേണ്ട അടുത്ത് തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ ഒരു കാര്യം, രണ്ടാമത് നമ്മൾ ശരിക്കും ഒരു പ്രാധാന്യം ഈ പാരന്റിങ്ങിന് കൊടുക്കുന്നുണ്ടോ? ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് മെന്നിന്റെ അല്ലെങ്കിൽ ഫാദേഴ്സിന്റെ ലീഡർഷിപ്പ്, ആക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പിന് പകരം പാസീവായിട്ടുള്ള ലീഡർഷിപ്പിലേക്ക് പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇവിടെ ആ ഒരു ലീഡർഷിപ്പിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടുകളിലേക്കൊക്കെ അതിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കത്തക്കോളം ഇന്ന് ലോകം സജ്ജമായിരിക്കുമ്പോൾ നമ്മളുടെ ഫൈറ്റ് ചെറുതല്ല എന്നുണ്ട്. അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകൾ ചെറുതല്ല എന്നുണ്ട്. ഇന്ന് അതിനുവേണ്ടി പോരാടുവാൻ, ഫൈറ്റ് ചെയ്യാൻ, അവിടെ ഫൈറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് ഫൈറ്റ് ചെയ്താൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ, ഈ കുഞ്ഞുങ്ങളുടെ ഫെയിലിയേഴ്സ്, കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആകാത്തതിന്റെ കാര്യത്തിൽ നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്താൽ നമ്മളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുമെന്നല്ലാതെ, അവിടെ പിശാച് ജയിക്കുമെന്നല്ലാതെ ആ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ആവുന്നില്ല. കാര്യം അതിന്റെ റൂട്ട് വേറെ റീസൺ ആണ്. ഇന്ന് പല രോഗങ്ങളും പല കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ റൂട്ടിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും, ഇതിനകത്ത് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യമില്ല. ഒരു കുഞ്ഞ് വന്നപ്പോ സൈക്കാട്രിക് സിംറ്റംസ് ആണ് കാണിക്കുന്നത്. സൈക്കാട്രിക് സിംറ്റം മരുന്ന് കൊടുക്കേണ്ട കേസാണ്. കാര്യം കേട്ടാൽ ഇറങ്ങി പോകാൻ തോന്നുന്നു, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു, ഒരു വെള്ളം കണ്ടാൽ ചാടാൻ തോന്നുന്നു, ശരിക്കും ശബ്ദം കേൾക്കുന്നു. സൈക്കാട്രിക് സിംറ്റംസ് ആണ്. പക്ഷെ ഈ കുഞ്ഞോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കുഞ്ഞ് പറഞ്ഞു, ഇതെനിക്ക് തുടങ്ങിയത് അവളുടെ വല്യപ്പൻ മരിച്ചപ്പോഴാണുള്ളത്. ഈ ഒറ്റ കാര്യം കുഞ്ഞ് നടക്കും. അമ്മയോട് സംസാരിച്ചപ്പോൾ വിശ്വാസികളായിരുന്നവർ ജീവിതത്തിൽ വന്ന ചില തെറ്റുകൾ മുതൽ, പ്രത്യേകിച്ച് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്ത് അന്ന് മുതൽ കാര്യങ്ങൾ കൈവിട്ടു. അതുമൂലം ഇന്ന് അനുഭവിച്ചത് 2ാം തലമുറ. പക്ഷെ എന്ന് മാതാപിതാക്കൾ അതിനെ ഇടപെട്ടതിൽ നിന്നോ ഒരു തെറപ്പിയുടെ ഒരു മരുന്നിന്റെ ആവശ്യമില്ലാതെ ആ കുഞ്ഞ് വിടുവിക്കപ്പെട്ടു. ഇനി ഇത് അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നെങ്കിൽ ഈ കുഞ്ഞ് മരുന്ന് കഴിച്ചാല് ഈ കുഞ്ഞ് ഒരു മാനസിക രോഗിയായി. എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല. ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്ന, വിവേചിച്ചറിയാൻ കഴിയുന്ന മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഒരു സാധാരണ ലെവൽ പ്രാർത്ഥനയിലോ ഒരു അന്യ കാഴ്ചപ്പാടിലോ നമ്മൾക്ക് അത് നേടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ശരിക്കും ഒന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ശരിക്കും ഇതിനകത്തൊക്കെ ദൈവം എപ്പോഴും ഉണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ ദൈവം ഉണ്ടോ? ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഇന്റർവെൻഷൻ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം അങ്ങനെ ആയിരുന്നു. ഒന്ന്
ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു. എന്നെ ഈ ദിവസങ്ങളിൽ ഭയപ്പെടുന്ന ഒരു കാര്യം, ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. അവിടെ ഇംഗ്ലീഷ് പറയുന്നത് ഐ നെവർ ന്യൂ യു. അതായത് ഒരു ഹിസ്റ്ററി പോലും പറയുന്നില്ല. ഒരു ഹിസ്റ്ററി പോലും നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, പക്ഷേ ഞാൻ അറിഞ്ഞില്ല, നിങ്ങളെ ഞാൻ അറിഞ്ഞില്ല. നമുക്ക് ഒരുപാട് ചിലപ്പം ലിസ്റ്റിൽ ഇടാൻ, ഒത്തിരി പ്രോഗ്രാം ലിസ്റ്റിൽ ഇടാൻ നമുക്ക് ഒരുപാട് കാണും. പക്ഷെ ഇതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കേൾക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് ഒരു പരാജയം, ഒരു വലിയ വിട്ടുകളാവാൻ വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു കാര്യം. ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനെ അറിയുവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ, ഈ ദൈവത്തെ നമ്മളിൽ നിന്ന് കണ്ടുമുട്ടുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് നമ്മളെ കേൾക്കുവാനോ നമ്മളെ കിട്ടുവാനോ അപ്പുറമായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട കർത്താവെ, ഞാൻ മരിച്ചാൽ എന്നിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ അവർക്ക് കാണാൻ കഴിയും. എന്റെ സ്വയത്തെ, എന്റെ ജഡത്തെ മരിപ്പിച്ചാൽ ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ എന്റെ സ്വയത്തിന്റെ മേഖലകൾ വരാതെ ഇരുന്നാൽ, അവിടെ ഞാൻ മരിക്കാൻ റെഡിയായാൽ അവർ കാണുന്ന ഒരു ക്രിസ്തുണ്ട്, പുനരുത്ഥാനത്തിന്റെ ഒരു ശക്തിയുണ്ട്. ഈ ശക്തിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത്. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് ഇവർ അനുഭവിക്കേണ്ടത്. ഇത് അനുഭവിക്കാതെ ഒരു കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഒരു അറിവും ഒന്നും സഹായമാകാത്ത, കൈവിട്ടു പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഒരു ഫോൺ കോൾ 5 മിനിറ്റ് താമസിച്ചായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെന്ന് പറയുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ചിന്തിക്കുന്നത് എന്റെ വീട്ടിൽ ഇത് സംഭവിക്കാത്തതുകൊണ്ട് ഇതെന്റെ ഒരു ഭാരമല്ല, ഇതെന്റെ ഒരു പ്രശ്നമല്ല എന്നുള്ളത്. എന്റെ കുഞ്ഞിത് ചെയ്യില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിനേക്കാൾ എല്ലാം അപ്പുറമായിട്ട് ഒരു ഭാരം നമ്മളെ ശരിക്കും, നമുക്ക് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയൊക്കെ നമ്മുടെ ഹൃദയം തണുത്തു പോയെന്നാണ് കാണിക്കുന്നത്. നിന്നെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്ക് തരുന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. എവിടെയൊക്കെയോ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കാതെ പോയപ്പോൾ, രാത്രിയാമങ്ങളിൽ നമ്മൾ ഉണർത്താൻ നോക്കിയപ്പോൾ നമ്മൾ വെറും അതിന് പ്രാധാന്യം കൊടുക്കാതായപ്പോൾ, എവിടൊക്കെയോ നമ്മൾക്ക് അതോട് പ്രതികരിക്കാൻ പോലും കഴിയാതായിട്ടാണ്. ഇന്ന് നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരാൻ കർത്താവ് ആഗ്രഹിക്കണം. ഇനിയെങ്കിലും ഇപ്പോഴേ യോവേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിയുന്നു. അതായത് നമുക്ക് കർത്താവിനെ ഒന്നുകൂടെ നമ്മുടെ പ്രയോറിറ്റി ആക്കാൻ കഴിയുമോ? നമ്മുടെ ഫസ്റ്റ് കോളിംഗ് കർത്താവാണ്. ചില വീട്ടിൽ കുഞ്ഞുങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ കാര്യങ്ങളും തീരുമാനങ്ങളും കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ ദൈവത്തെക്കാൾ കൂടുതൽ അവര് നമ്മുടെ വിഗ്രഹമാണ്. എവിടെയൊക്കെയോ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ നുഴച്ചിട്ട് നമ്മുടെ ആ ഒരു പ്രൈമറി കോളിംഗ്, മിനിസ്ട്രി പോലും ഈ കർത്താവിനേക്കാൾ വലുതല്ല. ഈ 5 ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ കഥയില് ഇങ്ങനെ പറയുന്നുണ്ട്, അവര് തിരിച്ച് ഈ എണ്ണയും കൊണ്ട് വരുന്ന സമയമുണ്ട്. പക്ഷെ അവിടെ എണ്ണയുണ്ടോ ഇല്ലയോ എന്നുള്ള ക്രൈറ്റീരിയക്കാളും അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ ചിന്തിപ്പിച്ച കാര്യം, ഈ എണ്ണയും അറിവുമായിട്ട് എന്താണ് ബന്ധം? ഒരു പക്ഷേ നമ്മളുടെ ആ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പേഴ്സണൽ ബന്ധത്തിൽ നിന്ന്, ഇന്റിമസിയിൽ നിന്നും, നമ്മുടെ ഒരു പേഴ്സണൽ റിസർവോയർ ഓഫ് ക്രൈസ്റ്റ് നമുക്ക് ചിന്തിച്ചാൽ കർത്താവിനെ എന്തുമാത്രം നമുക്കറിയാം. ഈ അറിവിൽ നിന്നുള്ള ആക്ഷൻസിന് മതി കർത്താവ്. അതുകൊണ്ടാണ് കർത്താവ് മറിയോടും മാർക്കോടും പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇന്ന് ഏറ്റവും വലിയ ചലഞ്ച്, പാരന്റ്സ് ഭയങ്കര ബിസിയാണ്. ഇതുപോലെ ബിസി ആയിട്ടുള്ള ഒരു ജനറേഷൻ നമ്മളെക്കാൾ അപ്പുറമായിട്ടില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമായിട്ട് നമ്മൾ കാണും. ഒരു പക്ഷെ നമ്മൾ നല്ല കാര്യങ്ങളായിരിക്കാം ചെയ്യുന്നത്, പക്ഷെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ക്ഷീണിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മൾ അവൈലബിൾ അല്ല എന്ന് മാത്രമല്ല, ദൈവത്തിന് പോലും നമ്മളെ കിട്ടേണ്ട പോലെ കിട്ടുന്നില്ല. കർത്താവ് ഈ സമയം തേടുന്നത് കർത്താവിന്റെ ഹൃദയം ഒന്ന് പങ്കുവയ്ക്കാൻ, കർത്താവിനെ ഒന്ന് അറിയാൻ ശ്രമിക്കുന്നു. കർത്താവിനെ ഒന്ന് പേഴ്സണലി, ആ ഒരു അറിവെന്ന് പറയുന്നത് നമ്മൾ കർത്താവിനെ പറ്റി കേൾക്കുന്ന ഒരുപാട് നമുക്കറിയാം. ബൈബിൾ നമ്മൾ കാണാപ്പാടുമായിരിക്കാം, പക്ഷെ ഇതിലുള്ള ക്രിസ്തുവിനെ നമ്മൾ വ്യക്തിപരമായിട്ട് എന്തുമാത്രം
ഈ ക്രിസ്തുവിനെ നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യം, ആ ഒരു പേഴ്സണൽ അടുപ്പത്തിൽ നിന്നുള്ള ഒരു അറിവ്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ വേറെ ആരെക്കാളും അപ്പുറം അറിയാമെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു അടുപ്പത്തിൽ നിന്നുണ്ടാവുന്ന വ്യക്തിപരമായ ഒരു അറിവ് നമുക്കില്ല എങ്കിൽ നമ്മൾ അവസാനം കേൾക്കും, നമ്മൾ എവിടെയൊക്കെയോ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു വിളക്കുണ്ടായിരിക്കാം, പക്ഷെ അങ്ങോട്ട് കേട്ടിട്ട് അപ്പുറത്തോട്ട് നമുക്ക് ഒരു എൻട്രി തരുന്ന ആ എണ്ണ, ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ വെളിപ്പെടേണ്ട ക്രിസ്തുവേശ്വരന്റെ പരിജ്ഞാനത്തിന്റെ ആ ശ്രേഷ്ഠത, ഇതിന് നമ്മൾ വില കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കുവാണ്. അതിനേക്കാളും അപ്പുറം ഒരു ജനറേഷൻ ശൂന്യമായി കൊണ്ടിരിക്കണം. ഇതിന് നമ്മൾ ആൻസർ പറയണം. ആഗ്രഹിക്കുകയാണ് കർത്താവിന്റെ ഹൃദയം തേടണം, അന്വേഷിക്കാൻ സമയമുള്ളപ്പോൾ, കണ്ടെത്താവുന്ന കാലത്ത്. നമുക്കറിയാം ടൈം എത്രയും എന്തിനും അധികം സമയം, മണവാളം വരാറായി എന്നുള്ള ഈ സമയത്ത് നമ്മളിത് വേറെ ആരുടെയും കിട്ടുന്നിടത്തുനിന്ന് വിൽക്കുന്നിടത്തുനിന്ന് നമ്മൾ മേടിക്കാൻ പോയാലും കിട്ടിയേക്കാം. നമുക്കറിയാം ഇന്ന് ഒരുപാട് നമുക്ക് യൂട്യൂബിൽ നിന്നും മറ്റുള്ളവർ പ്രാപിച്ചതിൽ നിന്നും നമുക്ക് കിട്ടിയേക്കാം. പക്ഷെ അത് നമ്മുടെ പേഴ്സണൽ പേഴ്സണൽ കണക്ഷൻ ആവുന്നില്ല. അത് നമ്മുടെ പേഴ്സണലായിട്ട് കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനമാവുന്നില്ല, അറിവാവുന്നില്ല. ഇതില്ലാതെ, ഈ ഒരു കാഴ്ചപ്പാടില്ലാതെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്താൽ പോലും അവിടെ ജഡം മാത്രമാണ് വരുന്നത്. ആത്മാവിലല്ല. ആത്മാവിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതൊരു ദൗത്യത്തിനും നമുക്ക് ആ ഒരു അനോയിൻമെന്റിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന തിരിച്ചറിവിൽ, ഈ ഒരു ആത്മാവിന്റെ നിറവിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുവാനും നമ്മുടെ പങ്കാളികളെ കാണുവാനും അതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കാണുവാൻ നോക്കിയാൽ നമ്മൾ പിന്നെ കൈകാര്യം ചെയ്യുന്നത് സ്വസ്ഥതയിൽ നിന്നുള്ള ഒരു പേരന്റിംഗ് ആണ്, സ്വസ്ഥതയിൽ നിന്നുള്ള ഒരു ഫാമിലി ലൈഫാണ്. അല്ലെങ്കിൽ പലതിനാലും നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ പലതും ചിലപ്പോൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിലുള്ള ഞെരുക്കങ്ങളും ഒരു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിക്കുന്നതും നമ്മളെ ഒന്ന് ആദ്യം പിടിക്കാനാണ്. ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവ് ഇത്രയും പേരന്റിംഗ് എന്ന് പറഞ്ഞത് ഇത്രയും വലിയൊരു ടാസ്ക്, ഇത് കർത്താവ് എന്താ ഇവിടെ ഈ ഭൂമി വന്നപ്പോ ഒരു മാനുവൽ തരണ്ടായപ്പോ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരു മാനുവലിനേക്കാളും ടെക്നിക്കിനേക്കാളും നമുക്കറിയാം ആ മൂത്ത കൊച്ചിനെ വളർത്തിയത് പോലെ നമുക്ക് രണ്ടാമത്തെ കൊച്ചിനെ വളർത്താൻ പറ്റത്തില്ല. ഒരേ രീതിയിൽ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല. അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ സാഹചര്യമായിട്ട് കർത്താവിലേക്ക് അടുക്ക വരുന്ന ഒരു മാതാവിനെ പിതാവിനെയാണ്. എന്റെ അടുക്കൽ വരുവിൻ, കൊണ്ടുവരുവിനാണ് പറയുന്നത്. അവിടെ ആദ്യമേ നമ്മളെ മാറ്റിയിട്ട് അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കണം. നമ്മുടെ ഭീഷണങ്ങളെ, നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യാനാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് കണ്ടു തുടങ്ങിയാൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ചോദിക്കുക, കർത്താവെ വേർ ആർ യു മൂവിങ് റൈറ്റ് നൗ ഇൻ മൈ ലൈഫ്? കർത്താവ് എന്നിൽ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എന്നിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന, എന്നിൽ എന്നെയും ഉളവാക്കാൻ ആഗ്രഹിക്കുന്ന, എന്നിൽ പണിയുന്ന ആ ഏറി എന്നത് കാണിച്ചു തരാൻ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ച വെളിപ്പെടുത്തി തരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സമർപ്പിച്ചാൽ അവിടെ വെറുതെ ഉള്ള കുടുംബ വഴക്കുകളിൽ നിന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മുറിവുകളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ കിടന്ന് വലയുന്നതിൽ നിന്ന് നമുക്ക് പുറത്തുവരാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ഇതിനോട് പ്രതികരിക്കാൻ പോലും, ഇതിനുള്ള കാഴ്ചപ്പാട് പോലും ഇല്ലാതെ നമ്മളെ അന്ധമാക്കുന്ന പലതിനകത്തും നമുക്ക് പുറത്തുവരാൻ കഴിയും. ആത്മീയ കണ്ണുകളെ തുറക്കാൻ പലതും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഓപ്പൺ ഡോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ വീഴ്ചകൾ നമ്മൾ തിരിച്ചറിയുക. ഇത് എന്റെ അപ്പന്റെ സ്വഭാവമാണ്, അമ്മയുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ് താലോലിക്കാനുള്ളതല്ല. ഒരു സ്വഭാവ ശ്രേഷ്ഠതയും അതിനെ ബ്രേക്കാനുള്ളതാണ്. ബ്ലഡ് ലൈനിൽ കൂടെ, ഓരോ ജനറേഷനിലുള്ള കേഴ്സസിൽ കൂടെ നമ്മൾക്ക് വരുന്ന സ്വഭാവത്തിന്റെ ആണെന്ന് പറഞ്ഞ് അതിനെ ഒന്ന് വളർത്താനല്ല, അതിനെ നമ്മൾ എക്സ്ക്യൂസ് ആയിട്ട് കാണാനല്ല, അതിനകത്തുനിന്ന് പുറത്തു വരാൻ, അതിനകത്തുനിന്നുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നമ്മളെ അതിനകത്തോട് പുറത്തു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടുള്ള വിടുതലിൽ നിന്നുകൊണ്ട് ഒരു പാരന്റിങ് ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു പാരന്റിങ്, ഒരു സ്പിരിച്വൽ പാരന്റിങ്. പാരന്റിങ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു അതോറിറ്റിയാണ്, ഒരു പ്രത്യേക ഒരു ഓഫീസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമുക്ക് ചുമ്മാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് വോട്ടെവർ നമുക്കുള്ള ആ ഒരു ഓഫീസ്
ദൈവം തന്നതാണ്, എനിക്ക് തോന്നുന്ന പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള തിരിച്ചറിവോടെ ആ ഉത്തരവാദിത്തത്തിനെ അതിന്റെ മഹത്വത്തിൽ കണ്ടുകൊണ്ട് അതിനെ നെഗ്ലക്ട് ചെയ്യാതെ, അതിനെ നിസ്സാരവൽക്കരിക്കാതെ നമ്മൾക്കത് അത് സ്ഥാപിച്ചു തന്ന ആ ആത്മാവാകുന്ന ദൈവത്തോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുവാനാണ് ഏറ്റവും സ്വസ്ഥമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ട്, ആനന്ദകരമായിട്ടുള്ള, വിജയകരമായിട്ടുള്ള കുടുംബ ജീവിതങ്ങളായിരിക്കാം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നത്. ആ ഒരു ചർച്ചിൽ തന്നെ നമുക്ക് പല ഫാമിലീസ് പോകുമ്പോൾ വളരെ സന്തോഷമാകുന്നത്. ഇന്ന് ഇതിനെ തകർക്കുന്ന, ഇതിന്റെ പിന്നിലുള്ള അന്ധകാര ശക്തികളെ കാണാൻ കഴിയുന്ന പേരൻസ്, അപ്പന്മാര്, അമ്മമാര്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എഴുന്നേൽപ്പിക്കുന്ന, ഇതിനെതിരെ പോരാടാൻ ധൈര്യമായിട്ട് നിൽക്കുന്ന, അതിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ജീവിതമില്ലാതെ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പോയാൽ നമ്മളവിടെ ഫീലാണ്. നമ്മുടെ അതോറിറ്റി ഡയറക്ട്ലി വേർപാട്, നമ്മുടെ വിശുദ്ധി, നമ്മുടെ ശക്തിയും നമ്മുടെ വേർപാടും നമ്മുടെ അതോറിറ്റിനെ ഇല്ലാതാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനോടും നമുക്ക് നോക്കാം. ശരിക്കും വേർപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പല തെറ്റുകളെയാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത്. പക്ഷെ അതിനേക്കാളും അപ്പുറം വേർപാടെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തുനിന്ന് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ സമയത്തെ, അതായത് കർത്താവിനെ ഒന്ന് പേഴ്സണലി ഒന്ന് മീറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം നമ്മൾ എടുത്താൽ, നമ്മൾ പബ്ലിക്കലി നമ്മുടെ കുഞ്ഞുങ്ങളോട് ഹാൻഡിൽ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ ബാക്ക് ചെയ്തു. ഈ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്നാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ ദൈവത്തിന്റെ സാന്നിധ്യം ചെയ്തോളൂ. അത് എത്ര നിർജീവമായി പോയതാണെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഈ സാന്നിധ്യത്തിനെ വഹിക്കാൻ കഴിയുന്ന, അതിന് വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കണം. അതിന് വില കൊടുക്കുന്ന വെസൽസ്, അതിന് സ്വയത്തെ മരിപ്പിക്കുവാൻ, സ്വയത്തെ എംറ്റി ചെയ്യുവാൻ തയ്യാറാകുന്ന പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് നിൽക്കുന്ന ആത്മാവിന്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ എവിടെല്ലാം നമ്മൾക്ക് അസാധ്യമെന്ന് തോന്നിയാലും അവിടെ പ്രവർത്തിക്കുന്ന ആ അബ്രഹാമിന്റെ ആ ഒരു ആശ്രയം പോലെ ഇനി ചാരത്തിൽ പോയാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ദൈവമാണ്. നമ്മളുടെ ആ ഒരു ആശ്രയത്തിന്റെ ആ ഒരു അങ്ങേയറ്റം നമ്മൾക്ക് അവിടെ നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് ലഭിക്കണം. നമ്മളെ ബാക്കപ്പ് ചെയ്യണം. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, എന്റെ ഒരു അനുഭവങ്ങൾ പറഞ്ഞത് നിർത്തുവാണ്. ഒരു ഡ്രഗ് അഡിക്ഷനിൽ ഒരു കുഞ്ഞ് ഒരു ക്യാമ്പിൽ വന്ന് ഇരിക്കുകയാണ്. ഈ കുഞ്ഞിന് നിസ്സഹായമായിട്ട് ആ ഡ്രഗ് കൊടുക്കേണ്ടി വന്നത് അമ്മയാണ്. കാര്യം പല ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയിട്ട് ഈ കുഞ്ഞിന് പിന്നെയും ഈ ഒരു ഹാബിറ്റിലേക്ക് പോയിട്ട് അവസാനം ഈ കുട്ടി പറഞ്ഞത്, ഞാൻ ക്യാമ്പിന് വരണമെങ്കിൽ എനിക്ക് സാധനം തന്നത്. ക്യാമ്പിന് എങ്ങനെയും വരട്ടെ എന്നോർത്ത് ഈ കുഞ്ഞിന് ഈ സാധനം കൊടുത്ത് വന്നൊരമ്മ. ക്യാമ്പ് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞൊരു കാര്യം, ഒരു പക്ഷേ ആ സമയത്ത് വന്ന ഒരു സ്മെല്ല് നോട്ട് ചെയ്തൊന്നും അറിയത്തില്ല, അതെന്റെ കുഞ്ഞിന്റെ ആയിരുന്നു. ഞാൻ കൊടുത്ത് കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഈ കുഞ്ഞിനെ ഞാൻ ഇതുവരെ പേഴ്സണലി കണ്ടിട്ടില്ല, പേഴ്സണൽ കൗൺസിലിംഗ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അന്ന് സുബോധമില്ലാതിരിക്കുന്ന അവസ്ഥയിലും അവന് ഉച്ചബോധവും ഇതിനകത്തുനിന്ന് പുറത്ത് വരാൻ കഴിയുമെന്നുള്ളൊരു വിചാരം അന്ന് വിളിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാനാണ്. ഇന്ന് ആശ്രയുടെ മകനാണ്. ഇന്ന് ആ കുഞ്ഞ് ഇതിനകത്തുനിന്ന് പുറത്തായിട്ടിരിക്കുക. അവിടെ പ്രവർത്തിച്ചത് എന്താണ്? സുബോധമില്ലാത്ത അവസ്ഥയിലും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ അറിയണം. ആ ഒരു യശയാവിൽ പറഞ്ഞിരിക്കുന്ന പോലെ അന്ധകാരം മൂടുന്ന ഈ സമയത്ത്, അന്ധകാരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഗ്രോസ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൂരിട്ട് മൂടുന്ന ഈ സമയത്ത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിനൊന്ന് ഉദിക്കാൻ പറ്റുന്ന വെസൽസ് ആവുക, ചർച്ച് ആവുക, ഫാമിലീസ് ആവുക എന്നുള്ളതാണ്. ഈ ഒരു വെളിച്ചം ഉദിച്ചാൽ നിന്റെ മേലെ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഈ ഒരു ഗ്ലോറി റെലത്തിലുള്ള ഒരു ചർച്ചിന്റെ ഒരു റിട്ടേൺ സൂസ സ്ട്രീറ്റ്സിലൊക്കെ അന്ന് വെളിപ്പെട്ട ആ ഒരു റിവൈവൽ, അവിടേക്ക് ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി. അവിടെ ഒന്നും സംസാരിക്കുക പോലുമില്ല. അത്തരത്തിൽ ആ ഒരു പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആ ഒരു ഗ്ലോറി റെലത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് കർത്താവ് വെളിപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് ഇത് വെളിപ്പെടും എന്നുള്ളത്
വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് പല കുഞ്ഞുങ്ങളും യൗവനക്കാരും ഉണ്ടാവുമെന്നുള്ള വാസ്തവമാണ്. പക്ഷെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും അതിനകത്ത് കാണുമോ ഇല്ലയോ, അതോ ഗാലറിയിലെ കാഴ്ചക്കാരാമോ, അതോ ഇതൊന്നും നടക്കുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വെറും എല്ലാത്തിനോടും നമ്മൾ മരിച്ചവരായിട്ടിരിക്കുന്നു, ആത്മീയ മരണത്തിൽപ്പെട്ടു പോകും. ഇവിടെയാണ് ഈ സമയം ദുഷ്കാലമാക്കി ഈ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടി എന്നുള്ളതും എങ്ങനെയെന്നുള്ളതും ഇതിനകത്ത് നമ്മൾക്ക് എന്തുമാത്രം പരിജ്ഞാനം, ആത്മാവിന്റെ ഒരു ഗൈഡൻസും, ആത്മാവിൽ നിറഞ്ഞുള്ള പേരന്റിങ്ങും, ആത്മാവിൽ, കാരണം നമ്മൾ ഓർക്കും സ്പിരിച്വാലിറ്റിയിൽ മാത്രമാണ് ആത്മാവിൽ, നമ്മുടെ എല്ലാ ഏരിയാസിലും നമ്മൾ നമ്മൾ ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ ചെയ്യാതെ നമ്മുടെ പ്രയോറിറ്റീസ് മാറിയത് തിരികെ കർത്താവിലേക്ക് മാത്രമാക്കിക്കൊണ്ട് കർത്താവിനെ പേഴ്സണലി നമ്മളൊന്ന് അടുത്തറിഞ്ഞാൽ ആ ഇടയന്റെ ആ ഒരു അഭിഷേകം പ്രാപിക്കുന്ന ആ ഒരു ഇടയൻ ആ എണ്ണ ആ ആടുകളുടെ മേൽ ഒഴിക്കുമ്പോൾ ആരും പറയാതെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു അരോമയുണ്ട്. ആരും പറയാതെ തന്നെ അതിനകത്തുണ്ടാകുന്ന ഒരു ഷൈനിങ് ഉണ്ട്. ഇത്തരത്തിൽ ഈ എണ്ണ നമ്മളിൽ പകരപ്പെടുമ്പോൾ നമുക്കറിയാം, അന്ന് ഒലിവെണ്ണ ആ ഒരു എത്ര കഷ്ടപ്പെട്ടാണ് ആ ഒരു ഒലിവെണ്ണ അവർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് നല്ല ആ ഒരു ഒലിവ് മരത്തൊക്കെ ചേർത്തെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങും കർത്താവാണ്, നമ്മുടെ മീൻസും കർത്താവാണ്, നമ്മുടെ എൻഡ് പോയിന്റും കർത്താവാണ്. ഇവിടെ നമ്മുടെ ഫോക്കസ് കർത്താവിലേക്കായ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കർത്താവിനെ കണ്ടുമുട്ടിയിരിക്കും. നമ്മളത് ചിന്തിക്കാം, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള മുഖാന്തരം ആകുന്നുണ്ട്. നമ്മളിൽ നിന്നുണ്ടാകുന്ന സ്മെല്ല് എന്തിൻ്റെയാണ്? ക്രിസ്തുവിന്റെ ആ ഒരു വാസന തന്നെയാണോ? ആ ഒരു ജീവന്റെ വാസന തന്നെയാണോ നമ്മളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്? നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ചർച്ചിലെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കിട്ടുന്നത്? ആ ഒരു വെളിച്ചം കിട്ടിയാൽ എത്ര അന്ധകാരത്തിലുള്ള ശക്തിയെ ജയിക്കാൻ കഴിയാത്ത ഒരു വെളിച്ചം പ്രവർത്തിച്ചിരിക്കും. നമ്മൾ അതിനുവേണ്ടി വില കൊടുക്കാൻ, ഇവിടെ നമ്മുടെ പെർഫെക്ഷൻ അല്ല വേണ്ടി, നമ്മൾ എത്ര പരാജയപ്പെട്ടെന്നോ അതിന്റെ കണക്കുമല്ല, നമുക്ക് കഴിവുകേടുകളോ അല്ല ഇവിടെ ബാധകം. നമ്മളെ തന്നെ ഒന്ന് കർത്താവ് എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ എന്നെ കൊണ്ട് ശ്രമിക്കുന്നു ഇല്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി നിറയാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ചില പാത്രങ്ങളെ ഇവിടെ ആർക്കും പറയാൻ പറ്റത്തില്ല. എനിക്ക് സൈക്കോളജി അറിയാൻ പറ്റത്തില്ല, എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, എനിക്ക് അറിയത്തില്ല പേരന്റിങ്. കാര്യം ഇവിടെ അറിവല്ല ബാധകം, ഇവിടെ അറിവ് കേടുകളും അല്ല ബാധകം. ഇവിടെ സറണ്ടർ ചെയ്യാൻ കഴിയുന്ന, കർത്താവിന്റെ ആ ഒരു ശബ്ദമാകാൻ കഴിയുന്ന, കർത്താവിന്റെ കരമാകാൻ കഴിയുന്ന, കർത്താവിന്റെ ആ ഒരു ശബ്ദം, കർത്താവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മുഴുവനായിട്ട് മരിക്കാൻ തയ്യാറാവുന്ന കർത്താവ് ആ ഒരു ക്രൂശിൽ തന്നെ ത്യജിക്കാൻ ആ ഒരു യഥാർത്ഥ ഡിസൈബിൾ നമ്മൾ ആയാൽ നമ്മുടെ ചുറ്റുമുള്ളവര് കണ്ടുമുട്ടേണ്ടതിനെ കണ്ടുമുട്ടിയിരിക്കും. നമുക്കതാണ് വേണ്ടി. ഒരു നിമിഷം നമുക്ക് തന്നെ സംഭവിക്കാം എന്റെ ബലഹീനത എന്ന് അറിയുന്നു. നമുക്കറിയാം നമ്മൾ പാരന്റിങ്ങിലൂടെ ഫെയിലിയർ ആവും, നമുക്ക് എല്ലാവർക്കും കുറ്റബോധമുള്ള സംഭവമാണ്. പക്ഷെ കുറവുകളെ നികത്താൻ കഴിയുന്ന ആ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലെടുക്കുന്നവരെ എനിക്കൊട്ടായ വീഴ്ചകളെ പോലും നികത്താൻ കഴിയുന്നു. നിർജീവ സ്പിരിച്വലി ഡെഡായ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്കെങ്കിലും അവിടേക്ക് നൈനയിലെ വിധവയുടെ അടുക്കലേക്ക് കർത്താവ് വന്ന് അവിടെ ആ ഒരു വിശ്വാസത്തിന്റെ അളവല്ല കർത്താവ് നോക്കുന്നത്. നമുക്കറിയാം കർത്താവിന്റെ സമയത്ത് ആരും കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതല്ല, മാതാപിതാക്കൾ കൊണ്ടുവന്നവരാണ്. ആ വിശ്വാസത്തിന്റെ ലെവല് പലതരം. ഒത്തിരി വലിയ വിശ്വാസം ഉള്ളവരുണ്ടായിരുന്നു, കർത്താവ് എന്റെ അവിശ്വാസത്തെ സഹായിക്കണേ എന്ന് പറഞ്ഞ അപ്പനും ഉണ്ടായിരുന്നു. പക്ഷെ ആരും കർത്താവ് വെറുതെ വിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അതിനേക്കാളും കർത്താവിന്റെ ഒരു സ്വഭാവം നമ്മൾ അറിയേണ്ടത്, ആരെയും ഒരു ഇന്ററപ്ഷൻ ആയിട്ട് കർത്താവ് എടുത്തില്ല, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് എടുത്തില്ല. എല്ലാവർക്കും സമയമുണ്ടായിരുന്നു. എത്ര വലിയ മിനിസ്റ്റർ ചെയ്യാൻ പോകുന്ന വഴി കണ്ടുമുട്ടിയവരും കർത്താവ് അവർക്ക് സമയം കൊടുത്തതല്ലേ. നമ്മുടെ ബിസി ഷെഡ്യൂളിനകത്തും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയമുണ്ട്. ഒരു 20 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും ക്വാളിറ്റി ടൈം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം നമുക്കുണ്ടോ? സ്ക്രീൻ ഇല്ലാതെ, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ അവരോടൊപ്പം അവർ പറയുന്നൊന്ന് കേൾക്കാൻ, അവരുടെ ആംഗിളിൽ നിന്ന് മനസ്സിലാക്കാൻ, അവരാ പറയുന്നതിന്റെ പിന്നിലുള്ള വൈനെ ഒന്ന് മനസ്സിലാക്കാൻ, അവരെന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ
കേൾക്കാനുള്ള ഒരു ഹൃദയം. ഒരു പക്ഷെ സൊല്യൂഷൻ അല്ല അവർക്ക് ആഗ്രഹം, സൊല്യൂഷൻ നമുക്ക് ഇല്ലായിരിക്കാം, പക്ഷെ ഒരു കേൾക്കാൻ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ എനിക്കും എന്തും പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെന്നുള്ളതുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിക്കും അനാഥത്വം അനുഭവിക്കണം. ഈ കമ്മ്യൂണിക്കേഷനും കണക്ഷനും നമുക്കുണ്ട്. നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മളെ കുഞ്ഞുങ്ങൾ അവസാനം ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ വന്നവൻ ഒരു പ്രേമബന്ധത്തിനകപ്പെട്ടിട്ട് അപ്പൻ അവളോട് നോ പറഞ്ഞപ്പോ അവൾ പറഞ്ഞൊരു കാര്യം, അപ്പന്റെ സ്നേഹത്തിന്റെ മുമ്പിലാണ് ഞാനിത് വേണ്ട നിൽക്കുന്നത്. പക്ഷെ 90% കേൾക്കുന്നത് അപ്പൻ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട് ഞാനിത് കേൾക്കത്തില്ലെന്നുള്ളതാണ്, ഞാൻ ഇറങ്ങി പോകുന്നതാണ്. പക്ഷെ അതിൽ കുറച്ചു പേരുണ്ട് പറയുന്നത് അപ്പൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് പറ്റിയ തെറ്റാണ്, പക്ഷെ ഞാൻ കറക്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഈ അപ്പന്റെ അമ്മയുടെ സ്നേഹം അവർ അനുഭവിച്ചാൽ എത്ര വലിയ അബദ്ധം പറ്റിയാലും നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്താൽ, ഈ കണക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്താൽ അവർ മടങ്ങി വരാനും റെഡിയാവും. പക്ഷെ ഇന്ന് അതില്ലാതാക്കുവാണ്. നമ്മൾ ആ വലിയ വഞ്ചനയെ കുടുങ്ങിപ്പോയത്. നമ്മൾ ബിസി ആയിരിക്കും, നമ്മളുടെ അവസ്ഥ കൊണ്ട് നമുക്ക് പലതിനകത്ത് നമുക്ക് ടൈം ഇല്ലായിരിക്കാം. പക്ഷെ എവിടെയെങ്കിലും ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ആലിംഗനം ചെയ്ത് ഹദ്ദം ടേക്ക് ടൈം. ഓരോ കുഞ്ഞുങ്ങളുടെ ലവ് ലാംഗ്വേജ് വ്യത്യാസമാണ്. ഓരോ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടമെങ്കിൽ സിറ്റ് വിത്ത് ദം, ടോക്ക് വിത്ത് ദം. ചില കുഞ്ഞുങ്ങൾക്ക് ആ ടച്ച് ആയിരിക്കും അവരുടെ ലവ് ലാംഗ്വേജ്. അവരെ നിങ്ങൾ ആശ്ലേഷിക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്നേഹിക്കുന്നതായിട്ട് തോന്നത്തില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതല്ല അവരുടെ ലവ് ലാംഗ്വേജ് എങ്കിൽ അവർക്ക് നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ട് മനസ്സിലാവത്ത് പോലില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ? അവരുടെ ലവ് ലാംഗ്വേജ് അറിയാമോ? അവരുടെ ലോകം അറിയാമോ? നമുക്ക് ഒരു പടി നമ്മുടെ ലവ്ഡ് വൺസിനെ ഒന്ന് അറിയാൻ നമുക്കൊന്ന് ശ്രമിക്കും. നമ്മുടെ ഫോക്കസ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അറിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എവിടെയെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ